ഗുരുവായൂരപ്പന്റെ വെണ്ണ. പണ്ട് ഗുരുവായൂരിനടുത്ത് ചെറിയൊരു കുടിലിൽ രാധു എന്നൊരു പെൺകുട്ടി അമ്മയോടൊപ്പം താമസിച്ചിരുന്നു. അവർക്ക് വലിയ സമ്പത്തോ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാധുവിന്റെ അമ്മ രോഗിയായിരുന്നു. മരുന്ന് വാങ്ങാനും നിത്യച്ചെലവിനും അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. എങ്കിലും രാധുവിന് ഗുരുവായൂരപ്പനിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവൾ കുടിലിനടുത്തുള്ള ചെറിയൊരു കൃഷ്ണക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഗുരുവായൂരപ്പ, അമ്മയുടെ അസുഖം മാറ്റണേ. ഒരു നേരമെങ്കിലും വയറു നിറയെ ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കണേ അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയൊരു ഭക്തൻ വഴിപാടായി വെണ്ണ കൊണ്ടുവന്നിരുന്നു. അന്ന് രാധുവിന് വയറ്റിൽ വല്ലാത്ത വിശപ്പായിരുന്നു. അവൾ ക്ഷേത്രനടയിൽ കണ്ണടച്ച്, കണ്ണാ, എനിക്കൊരു പിടി വെണ്ണ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതേസമയം ക്ഷേത്രത്തിലെ മേൽശാന്തി നിവേദ്യത്തിനുള്ള വെണ്ണയെല്ലാം ശ്രീകോവിലിനകത്ത് വെച്ചിരുന്നു. പെട്ടെന്ന് ശ്രീകോവിലിനകത്തു നിന്ന് ഒരു വെണ്ണയുണ്ട നിലത്തേക്ക് ഉരുണ്ടുവന്നു. മേൽശാന്തി അത്ഭുതപ്പെട്ടു. സാധാരണയായി ഇങ്ങനെയുണ്ടാകാറില്ല. അദ്ദേഹം ആ വെണ്ണയെടുത്ത് പുറത്തേക്കിറങ്ങാൻ നേരം ഒരു ദരിദ്രയായ കുട്ടി നടയിൽ കണ്ണടച്ചു നിൽക്കുന്നത് കണ്ടു. മേൽശാന്തിക്ക് എന്തോ തോന്നി. അദ്ദേഹം ആ വെണ്ണ രാധുവിന്റെ നേർക്ക് നീട്ടി. മോളെ, ഇത് ഭഗവാൻ നിനക്കായി തന്നതാണ്. ഇത് കഴിക്കൂ. രാധു കണ്ണുതുറന്നു നോക്കി. അവളുടെ മുന്നിൽ മേൽശാന്തി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെണ്ണയുണ്ട്. രാധുവിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ഭഗവാൻ തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ആ വെണ്ണ ആസ്വദിച്ച് കഴിക്കുമ്പോൾ രാധുവിന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞു. പിന്നീട് രാധുവിന്റെ ജീവിതത്തിൽ ഗ്രാജുവലി മാറ്റങ്ങൾ വന്നു തുടങ്ങി. അമ്മയുടെ അസുഖം കുറഞ്ഞു, അവർക്ക് ചെറിയ ജോലികൾ ലഭിച്ചു. രാധുവിന്റെ വിശ്വാസം ഇരട്ടിയായി. ഗുരുവായൂരപ്പൻ തന്റെ ഭക്തരുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ശ്രദ്ധയോടെ കേൾക്കുകയും അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായി.